അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Bag Bazaar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പോത്താങ്കണ്ടം ആനന്ദഭവനം സംഘടിപ്പിക്കുന്ന ശ്രുതം ഭാഷണ പരമ്പരയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. മാടായിപ്പാറയിൽ പട്ടം പറത്തുന്നവർ ഹൈടെൻഷൻ ലൈനിൽ തട്ടി അപകടമുണ്ടായേക്കാവുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പുമായി KSEB. കഴിഞ്ഞ ദിവസം വൈദ്യുത ലൈനിൽ കുടുങ്ങിയ പട്ടം വലിച്ചെടുക്കാൻ പോയ കുട്ടി അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴക്ക്. പ്രൊഫഷണൽ പ്രോഗ്രാം ഏജന്റ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ആമവേട്ടയ്ക്കെതിരെ കുട്ടിക്കൂട്ടം രംഗത്തിറങ്ങി. ഇടയിലക്കാട്ടിൽ കൗവായിക്കായലോരത്തെ കണ്ടൽക്കാടുകൾക്കിടയിൽ ജീവിക്കുന്ന കാരാമകളുടെ സംരക്ഷണത്തിനായി പ്രത്യക്ഷ പ്രതിഷേധമുയർത്തി സംഘടിച്ചത് ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി കുട്ടിപ്പട്ടാളം. വാർത്തകൾ വിശദമായി. പോത്താങ്കണ്ടം ആനന്ദഭവനം സംഘടിപ്പിക്കുന്ന ശ്രുതം പ്രഭാഷണ പരമ്പരയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ അകറ്റി നിർത്താൻ കഴിയണമെന്നും സ്നേഹത്തിന്റെ ആശയം പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെന്നും സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ആര് തന്നെ അക്രമത്തിന്റെ, ആര് തന്നെ അരാജകത്വത്തിന്റെ, വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെ ശക്തിയുക്തം നമുക്ക് യോജിച്ചു കൊണ്ടുപോകാനാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ 9 ദിവസം നടക്കുന്ന പ്രഭാഷണ പരമ്പരയിലൂടെ നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യരെ സ്നേഹിക്കുക, മനുഷ്യത്വമുള്ളവനായി മാറുക, മനുഷ്യത്വമുള്ളവനായി മാറുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഓരോ പൗരനും ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല കർമ്മം. ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയാണ്. ശ്രീനാരായണ ഗുരു സമാധിയാണ് സ്നേഹിക്കാൻ അറിയപ്പെടുന്നത്. മതവേദനയുമാവട്ടെ മനുഷ്യൻ നന്നായി മതിയാവും, മനുഷ്യൻ നന്നായി മതിയാവും. അതേ തന്നെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി അധ്യക്ഷത വഹിച്ചു. ചിന്മയ മിഷൻ കേരള ഘടകത്തിന്റെ തലവൻ സ്വാമി വിവിക്താനന്ദ സരസ്വതി, A രഞ്ജിത് കുമാർ, TM ജയകൃഷ്ണൻ, സ്വാമി കൃഷ്ണാനന്ദ ഭാരതി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായിപ്പാറയിൽ പട്ടം പറത്തുന്നവർ ഹൈടെൻഷൻ ലൈനിൽ തട്ടി അപകടമുണ്ടായേക്കാവുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പുമായി KSEB. കഴിഞ്ഞ ദിവസം വൈദ്യുത ലൈനിൽ കുടുങ്ങിയ പട്ടം വലിച്ചെടുക്കാൻ പോയ കുട്ടി തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടൊപ്പം മാടായിപ്പാറയിലെത്തുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോൾ പട്ടം പറത്താനായി എത്തുന്നവരുടെ എണ്ണവും അനുദിനം വർദ്ധിച്ചു വരുന്നുണ്ട്. മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ പട്ടം പറത്തുന്ന കാഴ്ച മനോഹരം തന്നെയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ അശ്രദ്ധ അപകടത്തിലേക്ക് പോകരുതെന്നാണ് KSEB അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. പലപ്പോഴും പറത്തുന്ന പട്ടങ്ങൾ ഹൈടെൻഷൻ ലൈനിൽ കുരുങ്ങിക്കിടക്കാറുണ്ട്. ഇവ എടുക്കാനായി ശ്രമിക്കുന്നത് വലിയൊരു അപകടമുണ്ടാക്കിയേക്കാം. കുരുങ്ങിയ പട്ടത്തിന്റെ നൂല് കുട്ടികൾ ശക്തിയായി വലിച്ചാൽ അത് അപകടത്തിലേക്ക് വഴിമാറിയേക്കാം. കഴിഞ്ഞ ദിവസം വൈദ്യുതി ലൈനിൽ കുടുങ്ങിയ പട്ടം വലിച്ചെടുക്കാനായി പോയ കുട്ടി തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. എല്ലാവരും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നാണ് പഴയങ്ങാടി KSEB സബ് എഞ്ചിനീയർ സോമി ജോസഫ് പറയുന്നത്. പട്ടം പറത്തുമ്പോഴുള്ള അപകട സാധ്യത എന്ന് പറയുന്നത് ടെങ്കീസ് നൂലുകളൊക്കെയാണ് ഈ മക്കൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവർ ഈ പട്ടം ലൈനിൽ പറത്തുമ്പോൾ ലൈനിൽ കുടുങ്ങുകയും അത് എടുക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ കമ്പികൾ തമ്മിൽ കൂട്ടിമുട്ടി തീപിടുത്തം ഉണ്ടാകാം, വൻ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് മാരകമായ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ജാഗ്രത പുലർത്തണമെന്നാണ് KSEBയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്.
വൈദ്യുതി ലൈനിൽ കുരുങ്ങുന്ന പട്ടങ്ങൾ എടുത്തു നൽകാനായി ഇടയ്ക്കിടെ വൈദ്യുതി ഓഫ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാവാറുണ്ടെന്ന് KSEB അധികൃതർ പറയുന്നു. വിനോദം കണ്ടെത്തുന്നതിനോടൊപ്പം ചെറിയൊരു മുൻകരുതൽ കൂടി കൈക്കൊള്ളണമെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ കളിയാട്ട പ്രചാരണത്തിന്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്തൊരുക്കിയ സെൽഫി പോയിന്റിൽ ഫോട്ടോയെടുക്കാൻ തിരക്ക്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെ ജനപ്രതിനിധികളും സെലിബ്രിറ്റികളും നൂറുകണക്കിന് ആളുകളും സെൽഫിയെടുത്ത് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. 2025 മാർച്ച് 5 മുതൽ 12 വരെ 8 ദിവസം നീളുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സംഘാടക സമിതിയും വിവിധ സബ് കമ്മിറ്റികളും സജീവ പ്രവർത്തനങ്ങളിലാണ്. കളിയാട്ട പ്രചാരണ ഭാഗമായി രൂപീകരിച്ച സമൂഹമാധ്യമ കമ്മിറ്റി നേതൃത്വത്തിലാണ് സെൽഫി പോയിന്റ് ഒരുക്കിയത്. രാമവില്യം കഴകത്തിന് വടക്ക് ഭണ്ഡാരപ്പുരയോട് ചേർന്ന് സ്ഥാപിച്ച സെൽഫി പോയിന്റിന്റെ മധ്യത്തിൽ കഴകത്തിലെ 3 പള്ളിയറകളും വർണ്ണചിത്രത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. കവാടത്തിൽ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും കൂറ്റൻ കട്ടൌട്ടുമുണ്ട്. സെൽഫി പോയിന്റ് സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 25 വർഷത്തിന് ശേഷം ശ്രീ രാമവില്യം കഴകത്തിന്റെ പെരുങ്കളിയാട്ട മഹോത്സവം 2025 മാർച്ച് 5 മുതൽ 12 വരെയുള്ള തീയതികളിൽ നടക്കുകയാണ്. ഈ പരിപാടിയുടെ വിജയത്തിനായി മീഡിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ആദ്യ സെൽഫി ഫ്രെയിമിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും ഉൾപ്പെട്ടു. സംഘാടക സമിതി ഓഫീസും അദ്ദേഹം സന്ദർശിച്ചു. ഭാരവാഹികൾ MPയെ സ്വീകരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ KV ഗംഗാധരൻ, ജനറൽ കൺവീനർ PV കണ്ണൻ മാസ്റ്റർ, രാമവില്യം കഴകം പ്രസിഡന്റ് VV രാഘവൻ മാസ്റ്റർ, സെക്രട്ടറി T ഗംഗാധരൻ, സഹഭാരവാഹികൾ, സ്ഥാനികർ, കൌൺസിൽ അംഗങ്ങൾ തുടങ്ങി നൂറുകണക്കിന് പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രൊഫഷണൽ പ്രോഗ്രാം ഏജന്റ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സംഗീത നാടക അക്കാദമി അംഗീകൃതമായ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ആദ്യമായാണ് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിൽ വെച്ച് നടക്കുന്നത്. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച നിലയിൽ നാടകങ്ങൾ അവതരിപ്പിച്ച് അത് ഇതുപോലെ പകർത്തി സമൂഹത്തിന് മുന്നിൽ എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തും. ആർക്കും സിനിമയുണ്ടാക്കാം പ്രതിഭയുണ്ടെങ്കിൽ എന്നത് തെളിഞ്ഞു വന്നിട്ടുള്ള ഘട്ടമാണ് ഈ കോവിഡിൻ്റെ ഘട്ടം. അങ്ങനെയെല്ലാം നമ്മൾ ആ സങ്കടങ്ങളെ മുറിച്ചു കടക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. പ്രതിസന്ധി ഇല്ല എന്നല്ല ഈ രംഗത്ത്, പക്ഷെ അപ്പോഴും അതിനെ മുറിച്ചു കടക്കാനുള്ള ഒരു ത്വര, അന്വേഷണം. സംസ്ഥാന പ്രസിഡന്റ് വേണുഗോപാൽ പാലക്കാട് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ മുഖ്യാതിഥിയായും നഗരസഭാ പ്രതിപക്ഷ നേതാവ് KK ഫൽഗുനൻ വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു. പ്രദീപ് വൈശാലി, രഘു സാരഥി, രവിറാം ചിത്രാഞ്ജലി, പ്രഭാ തളിപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആമവേട്ടയ്ക്കെതിരെ കുട്ടിക്കൂട്ടം രംഗത്തിറങ്ങി. ഇടയിലക്കാട്ടിൽ കൗവായി കായലോരത്തെ കണ്ടൽക്കാടുകൾക്കിടയിൽ ജീവിക്കുന്ന കാരാമകളുടെ സംരക്ഷണത്തിനായി ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയിലെ കുട്ടിപ്പട്ടാളമാണ് പ്രത്യക്ഷ പ്രതിഷേധമുയർത്തി സംഘടിച്ചത്. എന്ത് വില കൊടുത്തും തടയാനുള്ള ആവിഷ്കരിക്കുന്നതാണ്. കരയിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവിവർഗമായ ആമകളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് ഇടയിലക്കാട് കൈപ്പാട്ടിലെ കണ്ടൽ വനങ്ങൾ. ഇവിടം നൂറുകണക്കിന് കാരാമകളുടെ കേന്ദ്രമാണ്. പല പ്രദേശങ്ങളിൽ നിന്നുമുള്ളവർ വാഹനങ്ങളും മറ്റുമെടുത്ത് ഇവിടെ വന്ന് കണ്ടലുകൾക്കിടയിലേക്ക് കടന്നു ചെന്ന് ചാക്കിൽ ആമകളെ പിടികൂടി കടത്തുന്നത് പതിവായിരിക്കുകയാണ്. ഈ വിവരം സമീപവാസികൾ ഗ്രന്ഥശാല പ്രവർത്തകരെ അറിയിച്ചതോടെയാണ് ആമക്കൂട്ടത്തെ സംരക്ഷിച്ചു നിർത്താനുള്ള സമരമുറകളുമായി കുട്ടികൾ ബാലവേദിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിന് തുടക്കമിട്ടത്. പരിസരവാസികൾ ആമവേട്ടക്കാരുടെ വാഹന നമ്പറുകൾ ഇതിനകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇനിയും ഇത് തുടർന്നാൽ വനം വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ട് കർശന നടപടികൾ സ്വീകരിക്കുന്നതിന് മുന്നോടിയായാണ് കുട്ടികളുടെ രംഗത്തിറങ്ങൽ. ആമവേട്ടയ്ക്കെതിരെ നടത്തിയ കുട്ടികളുടെ കൂട്ടായ്മയിൽ ആമകളുടെ ചിത്രമേന്തി സംരക്ഷണ പ്രതിജ്ഞയുമെടുത്തു. ആമകളുടെ സമ്പന്നമായ ഈ ആവാസ കേന്ദ്രം 1000-ൽ പരം കൊറ്റികൾ നിലയുറപ്പിച്ച കൊറ്റില്ലം കൂടിയാണ്. നീർക്കാക്കകളും വിവിധ ഇനം ദേശാടന കൊക്കുകളും ഇവിടെയുണ്ട്. ആമവേട്ട തുടർന്നാൽ കൊറ്റില്ലമാകെ ഭീഷണിയുടെ നിഴലിലാകും. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P വേണുഗോപാലൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഈ ആമയുടെ മറ്റ് കുറേ പ്രത്യേകതകളുണ്ട്. ഈ ആമയുടെ പുറമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനൊരു അനുകൂലനമുണ്ട്. അതിൻ്റെ പുറത്ത് നല്ല കട്ടിയുള്ള തോടുണ്ട്. ഈ തോട്
ആണ് അതിനെ സംരക്ഷിച്ചു നിർത്തുന്നത്. ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ സത്യവ്രതൻ, സെക്രട്ടറി വി കെ കരുണാകരൻ, വനിതാവേദി പ്രസിഡന്റ് എം കെ ശ്രീലത, കെ കെ ബ്രഷ്നേവ്, സി ജലജ, ബാലവേദി പ്രവർത്തകരായ വി നിള, വൈഗ വിനോദ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ഹിന്ദി വിദ്യാപീഠം ഹിന്ദി വാരാഘോഷവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഹിന്ദി വിദ്യാപീഠം ഹിന്ദി ഗ്രന്ഥാലയത്തിന്റെയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഹിന്ദി വാരാഘോഷവും ഹിന്ദി കവി കെ നാരായണൻ മാസ്റ്ററെ ആദരിക്കലും സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാര്യം ദക്ഷിണേന്ത്യക്കാർക്ക് ഹിന്ദി മനസ്സിലാകാതെ വന്നപ്പോൾ സ്വാഭാവികമായി മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ കൂടി ഹിന്ദി പഠിപ്പിക്കാനുള്ള പ്രയത്നങ്ങൾ ആരംഭിക്കുന്നത്. അങ്ങനെ മഹാത്മാഗാന്ധി നേരിട്ട് മുൻകൈയെടുത്തിട്ടാണ് ഹിന്ദി പ്രചാരസഭ ദക്ഷിണേന്ത്യയിൽ ആരംഭിക്കുന്നത്. ആദ്യമൊക്കെ പല പല ആസ്ഥാനങ്ങൾ ഇതിനുണ്ടായെങ്കിലും അവസാനം മദ്രാസിലെ ടി നഗറിലേക്ക് അന്തിമമായി ഇതിന്റെ ആസ്ഥാനം മാറ്റുകയുണ്ടായി. ടി എ മധുസൂദനൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, PP കരുണാകരൻ, അച്യുതൻ പുത്തലത്ത്, PV അശോകൻ, K പ്രസാദ്, രമേശൻ കാളീശ്വരം തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രജത ജൂബിലി വർഷത്തിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃക്കരിപ്പൂർ റോട്ടറി നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ CH സെന്ററിന് ഡയാലിസിസ് മെഷീനുകൾ നൽകി. വൾവക്കാടിൽ നടന്ന ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ റോട്ടറിയുടെ ഗ്ലോബൽ ഗ്രാൻഡ് പ്രൊജക്ടിൽ ഉൾപ്പെടുത്തിയാണ് 4 മെഷീനുകൾ നൽകിയത്. വൾവക്കാട് CH സെന്ററിൽ നടന്ന ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ആ കമ്മീഷന്റെ പേരാണ് പ്രഭാകരൻ കമ്മീഷൻ. ആ കമ്മീഷന്റെ റിപ്പോർട്ട് ഗവൺമെന്റ് സമർപ്പിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് 11,126 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും, കേന്ദ്ര ഏജൻസികളും സംസ്ഥാന ഏജൻസികളും, അതുപോലെ തന്നെ CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എല്ലാം കൂടി വിനിയോഗിച്ച് സംയുക്തമായ ഒരു പരിശ്രമം നടത്തിയെങ്കിലേ കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കാനാവും. തൃക്കരിപ്പൂർ റോട്ടറി പ്രസിഡന്റ് PV ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ മുഖ്യാതിഥിയായിരുന്നു. M രാജഗോപാലൻ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AGC ബഷീർ, M സലാഹുദ്ദീൻ, ഡോക്ടർ K സുധാകരൻ, AM രാജഗോപാലൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സൗഹൃദത്തിന്റെ പുതിയ ചരിത്രം തീർത്ത് ഉദിനൂരിലെ നബിദിനാഘോഷ റാലി. താജുൽ ഉലമ സുന്നി മദ്രസ മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നബിദിന റാലിയിൽ ഇതര സമുദായാംഗങ്ങളും മുൻനിരയിൽ അണിനിരന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ഉദിനൂർ സുന്നി സെന്റർ പരിസരത്തു നിന്നും പ്രയാണം ആരംഭിച്ച നബിദിനാഘോഷ റാലി ജുമാ മസ്ജിദ് പേക്കടം വഴി ഉദിനൂരിലെ ഊടുവഴികളിലൂടെ സഞ്ചരിച്ച് സുന്നി സെന്ററിൽ സമാപിച്ചു. ഉസ്താദുമാർക്കും വിവിധ സുന്നി സംഘടനാ നേതാക്കൾക്കുമൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KN വാസുദേവൻ നായർ, M സജേഷ് കുമാർ, ആലക്കാരൻ ഗോപാലൻ തുടങ്ങിയവർ റാലിയുടെ മുൻനിരയിൽ അണിനിരന്നത് സൗഹൃദത്തിന്റെ പുത്തൻ കാഴ്ചയായി. മദ്രസ വിദ്യാർത്ഥികളുടെ സ്കൗട്ട് മാർച്ച്, ദഫ്മുട്ട്, ഫ്ലവർ ഷോ തുടങ്ങിയവ റാലിക്ക് മാറ്റുകൂടി. വഴിയോരങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ റാലിയിൽ പങ്കെടുത്തവർക്ക് ലഘുഭക്ഷണവും ശീതളപാനീയങ്ങളും മധുരപലഹാരങ്ങളും നൽകി സ്വീകരിച്ചു. റാലിയിൽ പങ്കെടുത്ത ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ഉദിനൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സിയാറത്ത് നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇന്ത്യൻ നാഷണൽ അംഗനവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരമിക്കുന്ന അംഗനവാടി ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം DCC നിർവാഹക സമിതി അംഗം KK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന അംഗൻവാടി ജീവനക്കാരായ നളിനി മുരളീധരൻ, TK വത്സമ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് R പ്രമീള മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PH സുബൈദ അധ്യക്ഷത വഹിച്ചു. രേഖ ജേക്കബ്, A ബാലകൃഷ്ണൻ, ശോഭന കുമാരി, K കോമളവല്ലി, ജോയ്സി ഷാജി, KD പ്രവീൺ, റോഷി ജോസ്, PP ബാലകൃഷ്ണൻ, കുട്ടിയച്ചൻ തുണ്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു.
അപ്പം അത് ഈ പഞ്ചായത്തിൽ പിന്നെ നൽകുമ്പോൾ അത് നല്ല കമ്പനിയാണോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളുണ്ടോ ഒന്നും നോക്കാതെ ഇത് അംഗൻവാടിയിലേക്ക് കൊടുക്കുമ്പോൾ അതൊക്കെ ആ ജീവനക്കാരുടെ മേൽ കെട്ടിവെച്ച്. ചെറുപുഴ. ഏഴിലോട് സഹകാർ മെഡിക്കൽസും കുഞ്ഞിമംഗലം പിലാത്തറ റോട്ടറി ക്ലബ്ബുകളും സംയുക്തമായി ഏഴിലോട് സഹർ മെഡിക്കൽസിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി മുൻ സൂപ്രണ്ട് ഡോക്ടർ KV പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 6ഓളം സൗജന്യ പരിശോധനകളും 16 അനുബന്ധ റിസൾട്ടുകളുമായി ഏഴിലോട് സഹകാർ മെഡിക്കൽസും കുഞ്ഞിമംഗലം പിലാത്തറ റോട്ടറി ക്ലബ്ബുകളും സംയുക്തമായി ഏഴിലോട് സഹകാർ മെഡിക്കൽസിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി മുൻ സൂപ്രണ്ട് ഡോക്ടർ പ്രകാശൻ KV ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഈ 2 റോട്ടറിയിൽ പ്രവർത്തിച്ച് വയ്ക്കുന്ന രീതിയിൽ ഇതിന്റെ ഉദ്ഘാടനം എന്ന രീതിയിൽ ഏറെ സന്തോഷമുണ്ട്. അതുപോലെ ഇതിന്റെ സംഘാടകരെ ഞാൻ ഏറെ അഭിനന്ദിക്കുന്നു. കാരണം ഇങ്ങനെയൊരു പരിപാടി ഈ ഏഴിലോട് വെച്ച് നടത്താൻ സാധിച്ചതിലും അതിലത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനമായി ഈ ഒരു ഭാഗം തെരഞ്ഞെടുത്തതിലും ഇവരെ അഭിനന്ദിക്കൊണ്ടൊപ്പം ഞാൻ ഈ ഒരു ഉദ്ഘാടനത്തെ എന്നെ ക്ഷണിച്ചതിന്റെ കൃതജ്ഞത അറിയിക്കട്ടെ. ഒരു മെഡിക്കൽ ക്യാമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ദിവസത്തെ ക്യാമ്പാണ്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മെമ്പർ T പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. CK പുരുഷോത്തമൻ, റോട്ടറി പിലാത്തറ പ്രസിഡന്റ് മധു, കുഞ്ഞിമംഗലം റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ അമൽരാജ്, ഷംനാസ്, അജിത K തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂരിൽ നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം സ്കൂൾ ഗ്രൗണ്ടിൽ സമന്വയവും പരിപാടി സംഘടിപ്പിച്ചു. ചിത്രകാരനും ശില്പിയുമായ ഉണ്ണിക്കാനായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂരിൽ നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം സ്കൂൾ ഗ്രൗണ്ടിൽ സമന്വയം പരിപാടി സംഘടിപ്പിച്ചു. സംഗീതത്തിന്റെയും നിറങ്ങളുടെയും മേളനമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചിത്രകാരനും ശില്പിയുമായ ഉണ്ണിക്കാനായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ആദ്യം സ്കൂൾ തലത്തിൽ ഒരു മത്സരം വെക്കും. അതിൽ വിജയിക്കുന്ന കുട്ടികളെയാണ് സബ് ജില്ലയിൽ കൊണ്ടുപോകുക. അവിടെ നിന്ന് ജില്ലയിലേക്കും സംസ്ഥാനത്തേക്കും. അപ്പോൾ ചിത്രരചനക്ക് അന്ന് എനിക്ക് വാട്ടർ കളർ മത്സരത്തിന് സ്കൂൾ തലത്തിൽ കിട്ടിയ വിഷയം എനിക്ക് തോന്നുന്നത് കടപ്പുറത്ത് പട്ടം പറപ്പിക്കുന്ന കുട്ടി. 21ഓളം ചിത്രകാരന്മാർ ചിത്രരചനയിൽ പങ്കാളികളായി. ഗസൽ ഗായകൻ അലോഷിയുടെ സംഗീത വിരുന്നുമുണ്ടായിരുന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു, പ്രഥമാധ്യാപിക മിനി, PTA പ്രസിഡന്റ് K രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഉപജില്ലാ വിദ്യാഭ്യാസ കലോത്സവ നാളുകളെ വരവേൽക്കാൻ കരിവള്ളൂർ ഒരുങ്ങി. ഒക്ടോബർ 15 മുതൽ 18 വരെയാണ് കലോത്സവം നടക്കുക. കരിവള്ളൂരിൽ നടക്കുന്ന പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ നാടൊരുങ്ങിക്കഴിഞ്ഞു. ഒക്ടോബർ 15 മുതൽ 18 വരെയാണ് കലോത്സവം നടക്കുക. കലോത്സവ വിജയത്തിനായുള്ള പരിപാടികളിൽ ആദ്യത്തേതായ വർണ്ണസംഗീതങ്ങളുടെ സമന്വയ പരിപാടി ജനപങ്കാളിത്തം കൊണ്ട് വിജയമായി. 21 പേർ പങ്കെടുത്ത ചിത്രകാരന്മാരുടെ ചിത്രരചന കാണാൻ നേരത്തെ തന്നെ കാണികളെത്തിയിരുന്നു. ഗസൽ ഗായകൻ അലോഷിയുടെ സംഗീത വിരുന്ന് കേൾക്കാൻ വലിയ ജനസഞ്ചയം തന്നെ ഒഴുകിയെത്തി. തുടർന്ന് വരുന്ന ദിവസങ്ങളിലും വ്യത്യസ്തമാർന്ന പരിപാടികളാണ് പ്രചരണ കമ്മിറ്റി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഗാനസന്ധ്യ, അതുപോലെ സമന്വയം, ചിത്രവും കലയും ഒന്നിച്ച് സമന്വയിക്കുന്ന സമന്വയം പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. ശാസ്ത്ര സംഗീതജ്ഞനായ അലോഷിയും അതോടൊപ്പം 25ഓളം കലാകാരന്മാരും ചേർന്നൊരുക്കിയ ഉണ്ണിക്കാനായി ഉദ്ഘാടനം ചെയ്ത പരിപാടി ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാടായി കോളേജ് 1998-2000 പ്രീ ഡിഗ്രി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മകളുടെ തീരത്ത് വീണ്ടും മാടായി കോളേജിൽ വെച്ച് നടന്നു. കോളേജ് പ്രിൻസിപ്പൽ MV ജോണി ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളായ 100ഓളം പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. കോളേജ് പ്രിൻസിപ്പൽ MV ജോണി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുണ്ട്, കഴിഞ്ഞുപോയ അധ്യാപകരുണ്ട്, അവരെ വിളിച്ചാൽ വരും. വളരെ സന്തോഷമാണ് അവർക്ക് വരാൻ. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഡിഗ്രിക്കാരുടെ ഒരു സംഗമത്തിൽ ബാലമാഷടക്കം, പ്രിൻസിപ്പളായിരുന്ന ബാലമാഷടക്കം ഇവിടെ വരികയും അവരുമായിട്ട് കുറേ സമയം ഇന്ററാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. SV പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കോളേജിന്റെ സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് 10,000 രൂപ സംഭാവനയും നൽകി. ബൈജു ചെങ്കൽ, വിജേഷ്, ജ്യോതിഷ് K, അജിത പുരുഷോത്തമൻ, അനുപമ, വിജേഷ് പണിക്കർ, ദീപേഷ് ശ്രീകാന്ത്, സജിനി, ഷിനോജ്, രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
പയ്യന്നൂർ കൾച്ചറൽ ഫോറം ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാസായാഹ്നം സംഘടിപ്പിച്ചു. ദിനേശ് മുൻ ചെയർമാൻ സി രാജൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കൾച്ചറൽ ഫോറം ഗ്രന്ഥാലയം സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ CV രാജു മാസ്റ്ററെ ആദരിച്ചു. ദിനേശ് മുൻ ചെയർമാൻ സി രാജൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ വെച്ചിട്ട് ഈ പട്ടാളക്കാരൻ മരിച്ചപ്പോൾ ഈ പട്ടാളക്കാരൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 3 ഇത് കഥയല്ല കേട്ടില്ലേ, ഒരു സംഭവമാണ്. ഈ 3 പട്ടാളക്കാരൻ്റെ സഹപ്രവർത്തകർ, മരിച്ച പട്ടാളക്കാരൻ്റെ പ്രസിഡന്റ് TP പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ശില്പ രവീന്ദ്രൻ, SSLC +2, LSS, USS ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെയും അനുമോദിച്ചു. BV രവീന്ദ്രൻ, AP ജനാർദ്ദനൻ, രവീന്ദ്രൻ പലേരി, KM ബാബു, V നന്ദകുമാർ, AV ശാന്ത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ നെടുവപ്പുറത്ത് NSS കരയോഗ ആസ്ഥാന മന്ദിര ഉദ്ഘാടനവും കുടുംബമേളയും നടന്നു. NSS തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MM ഷിജിത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്കാരമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത്. ഏറ്റവും വലിയ സ്വന്തത്ത് 5 ഏക്കർ സ്ഥലവും ഒരു റബ്ബറും അല്ല, മറിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആദരിക്കുവാനും പരസ്പരം ബഹുമാനിക്കുവാനുള്ള മനസ്സുണ്ടാകണം, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകണം, കരുണ എന്ന വികാരം ഉണ്ടാകണം. നമ്മുടെയൊക്കെ നാടുകളിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ പഴയ കാലഘട്ടത്തിൽ പ്രായത്തിന് മുകളിൽ വന്നവരെ നാം വിളിക്കുന്ന ഒരു പേരുണ്ട്. ഒന്ന് കേട്ടാന്ന് വിളിക്കും, അല്ലെങ്കിൽ ചെയ്ത് വിളിക്കും, ഇല്ലേ? ഇന്നങ്ങനെ നായർ സർവീസ് സൊസൈറ്റിയുടെ നെടുവപ്പുറം കരയോഗത്തിന് വേണ്ടി നെടുവപ്പുറത്ത് പുതുതായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനവും കുടുംബമേളയും നടന്നു. NSS തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MM ഷിജിത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ KV തമ്പാൻ മാസ്റ്റർ അധ്യക്ഷനായി. ബാലകൃഷ്ണൻ കല്ലറ, V തമ്പാൻ, PV ചന്ദ്രബാബു, ഓമന ടീച്ചർ, MV ഗോവിന്ദൻ അടിയോടി, വിജയൻ മനിയാരി, M ദാമോദരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഓണാഘോഷ പരിപാടിയിലെ മുത്തശ്ശിമാരുടെ നൃത്തം വൈറലായി. കൊടക്കാട് വലിയപൊയിൽ നിവാസികളായ മുത്തശ്ശിമാരാണ് പ്രായത്തെ വകവയ്ക്കാതെ നൃത്തമാടി കാഴ്ചക്കാരുടെ മനം കവർന്നത്. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറും തലനിറച്ചിട്ടും യൗവനത്തിന്റെ ആവേശത്തോടെ നൃത്തമാടിയ മുത്തശ്ശിമാർ കാഴ്ചക്കാരുടെ ഹൃദയം കവർന്നു. കൊടക്കാട് വലിയപൊയിൽ ഗ്രാമവാസികൾ നടത്തിയ ഓണാഘോഷ പരിപാടിയിലാണ് മുത്തശ്ശിമാരുടെ ശ്രദ്ധേയമായ നൃത്തം അരങ്ങേറിയത്. 76-കാരിയായ T നാരായണി, 72-കാരിയായ E രുക്മിണി, 75-കാരിയായ K തമ്പായി എന്നിവരാണ് നൃത്തച്ചുവടുകളുമായി പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ജോസഫ് എന്ന സിനിമയിലെ പാടവരമ്പത്തിലൂടെ എന്ന ഗാനത്തിനാണ് ഇവർ ചുവട് വെച്ചത്. തമ്പായി കുണ്ടലപുരാണം എന്ന സിനിമയിലൂടെ സ്ക്രീനിൽ മുഖം കാണിച്ചിട്ടുണ്ട്. മൂവർക്കും വലിയ പിന്തുണയാണ് കുടുംബാംഗങ്ങൾ നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ 1983-84 SSLC ബാച്ച് നമ്മൾ കുടുംബസംഗമവും അനുമോദനവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ 1983-84 SSLC ബാച്ച് നമ്മൾ കുടുംബസംഗമവും അനുമോദനവും സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ചരിത്രത്തിൽ ഒരേ ഒരു സ്കൂളിലാണ്, ഈ സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന സുബ്രഹ്മണ്യ ഷേണായിയാണ് ബ്രിട്ടീഷ് പതാക അഴിച്ചുമാറ്റിയതിൻ്റെ പേരിൽ TC വാങ്ങി സ്കൂൾ പഠനം എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ടി വന്നത്. അപ്പം അങ്ങനെ ചരിത്രത്തിൽ വലിയ സ്ഥാനം നേടിയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് മറ്റു സ്കൂളുകളെ പോലെ ഒരു സാധാരണ സ്കൂളല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അതിനിർണായകമായ സ്ഥാനം നേടിയിട്ടുള്ള ഒരു സ്കൂളിൽ പഠിച്ചവരാണ്. ബാബു അക്കരക്കാരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ MP സതീശൻ, വിനോദ് കുമാർ KV, ഗോപാലകൃഷ്ണൻ നമ്പ്യാർ, AV ശ്രീകുമാർ, രാജഗോപാലൻ, വിജയൻ കുട്ടമത്ത്, ജയപ്രകാശ് K, കമലാക്ഷൻ K, രാജീവൻ TA തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാകായിക പരിപാടികൾ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയ സേവാഭാരതി കണ്ണപുരം യൂണിറ്റ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ണപുരം ചൈനാക്ലേ റോഡിൽ സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി K സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു.
ദേശീയ സേവാഭാരതി കണ്ണപുരം യൂണിറ്റും ചെറുകുന്ന് സെന്റ് മാർട്ടിൻ ആശുപത്രിയും സംയുക്തമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പി സുമേഷ്, അഡ്വക്കേറ്റ് ശ്രീജയ, സിസ്റ്റർ ജ്യോത്സൻ, CK സുമേഷ്, ഡോക്ടർ ഷഹ്സീന ഫീസ്, ഡോക്ടർ വിപിൻ ജോർജ്, ഡോക്ടർ ശ്രീലക്ഷ്മി ബാലകൃഷ്ണൻ, ഡോക്ടർ സുജിത, ഡോക്ടർ M കുഞ്ഞിരാമൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വെള്ളൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വെള്ളൂർ പോസ്റ്റ് ഓഫീസ് സ്റ്റോപ്പിന് സമീപത്തുള്ള വ്യാപാരി ഭവനിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വനിതാ വിഭാഗം അംഗങ്ങളുടെ പൂക്കള മത്സരം, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. നിരവധി പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ആദ്യമായാണ് വെള്ളൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോത്താങ്കണ്ടം ആനന്ദഭവനം സംഘടിപ്പിക്കുന്ന ശ്രുതം ഭാഷണ പരമ്പരയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. മാടായിപ്പാറയിൽ പട്ടം പറത്തുന്നവർ ഹൈടെൻഷൻ ലൈനിൽ തട്ടി അപകടമുണ്ടായേക്കാവുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പുമായി KSEB. കഴിഞ്ഞ ദിവസം വൈദ്യുത ലൈനിൽ കുടുങ്ങിയ പട്ടം വലിച്ചെടുക്കാൻ പോയ കുട്ടി അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴക്ക്. പ്രൊഫഷണൽ പ്രോഗ്രാം ഏജന്റ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ആമവേട്ടയ്ക്കെതിരെ കുട്ടിക്കൂട്ടം രംഗത്തിറങ്ങി. ഇടയിലക്കാട്ടിൽ കൗവായിക്കായലോരത്തെ കണ്ടൽക്കാടുകൾക്കിടയിൽ ജീവിക്കുന്ന കാരാമകളുടെ സംരക്ഷണത്തിനായി പ്രത്യക്ഷ പ്രതിഷേധമുയർത്തി സംഘടിച്ചത് ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി കുട്ടിപ്പട്ടാളം. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.